അസ്സലാമു അലൈക്കും. ദാറുൽ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, എന്നെ പിക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്യണം, ഇതിനെ എങ്ങനെയാണ് അറബിയിൽ പറയുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത്. അതിന് രണ്ട് വാക്കുകൾ നമുക്ക് എടുക്കാം. അതിൽ ഒരു വാക്ക് അഖദ എന്നാണ്. അഖദ. മലയാളത്തിൽ അഖദ എന്നാണ് എഴുതാൻ കഴിയുള്ളൂ. പക്ഷേ ഈ ഒരു സൗണ്ട്, ഈ ഒരു ലെറ്റർ ഖ എന്ന അഖദ, ഖ എന്ന സൗണ്ടിന് വേണ്ടിയിട്ടാണ് ആ ലെറ്റർ ഉപയോഗിക്കുന്നത്. അഖദ, അഖദ, അഖദ അല്ല അഖദ എന്നാണ് ഒരു വാക്ക്. മറ്റൊന്ന് ഷാൽ എന്ന് പറയും. ഷാൽ, ഷാൽ, ഷാല എന്നാണ്, പക്ഷെ നമ്മുടെ സംസാരത്തിൽ ഷാൽ എന്നാണ് പറയുക. ഷാൽ. ഇതിനെ രണ്ടിൻ്റെയും പിന്നെ മീനിങ് എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണ്. ഇതിൽ അഖദ എന്നുള്ളത് അത് ഫുസ്ഹയിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് ലിറ്ററൽ അറബിയിൽ, സാഹിത്യ അറബിയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഖദ എന്നുള്ളത്. സംസാര ഭാഷയിൽ ഷാൽ എന്നുള്ളൊരു വാക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് എന്നെ പിക്ക് ചെയ്യണം എന്നൊക്കെ എങ്ങനെയാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യസ്ത രൂപത്തിലാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ അവനെ പിക്ക് ചെയ്തു എന്നെങ്ങനെയാണ് പറയാന്നുള്ളത് നോക്കാം. ഞാൻ അവനെ പിക്ക് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അവളെ പിക്ക് ചെയ്തു എന്നുള്ള ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ പിക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ ഉണ്ട്, അപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ ഇവിടെയാണ്, അപ്പോൾ നീ എന്നെ വന്നിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാ എന്നുള്ളതാണ് പിക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു, അതാണ് പിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അവനെ പിക്ക് ചെയ്തു എന്നുള്ളതിനെ അഖദ്തുഹു എന്ന് പറയാം. അഖദ്തുഹു. അഖദ്തുഹു എന്ന് പറയാവുന്നതാണ്. അഖദ്തുഹു, അഖദ്തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ, അവിടെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ അവനെ എടുത്തു. നമ്മൾ മലയാളത്തിലും പറയാനല്ലോ, അവനെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയുമല്ലോ എന്നെ സ്ഥലത്ത് നിന്ന്. അപ്പോൾ ഞാൻ അവനെ പിക്ക് ചെയ്തു, അഖദ്തുഹു എന്ന് പറയാം. അഖദ്തുഹു. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ശിൽതുഹു എന്ന് പറയും. ശിൽതുഹു, ശിൽതുഹു. ഓക്കെ, നമ്മൾ ഷാൽ എന്നുള്ളൊരു വാക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, എടുത്തു അല്ലെങ്കിൽ പിക്ക് ചെയ്തു എന്നതിന് ഉപയോഗിക്കാം. അപ്പൊ ശിൽതുഹു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ പിക്ക് ചെയ്തു എന്നർത്ഥം. അപ്പൊ അഖദ്തുഹു അല്ലെങ്കിൽ ശിൽതുഹു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പിക്ക് ചെയ്തു എന്നർത്ഥം. ഇനി അവളെ പിക്ക് ചെയ്തു എന്ന് പറയാൻ ഈ ഹു എന്നതിന് പകരം ഹ എന്നാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ശിൽതുഹ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ പിക്ക് ചെയ്തു. അഖദ്തുഹ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പിക്ക് ചെയ്തു എന്നർത്ഥം. അഖദ്തുഹ അല്ലെങ്കിൽ ശിൽതുഹ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ പിക്ക് ചെയ്തു. അഖദ്തുഹു അല്ലെങ്കിൽ ശിൽതുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പിക്ക് ചെയ്തു. പിന്നെ ഈ അഖദ്തുഹു ശിൽതുഹു എന്നുള്ളത് സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ ഹു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അഖദ്തു എന്നായിരിക്കും ചിലപ്പോൾ കേൾക്കുക. അഖദ്തു എന്ന് പറയും, അല്ലെങ്കിൽ ശിൽതു എന്ന് പറയാം. അവനെ ഞാൻ പിക്ക് ചെയ്തു എന്ന് പറയാം. പക്ഷെ അവളെ എന്ന് പറയാൻ ഹ എന്നുള്ളത് അങ്ങനെ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പറയും. അഖദ്തുഹ അല്ലെങ്കിൽ ശിൽതുഹ എന്ന് പറയും. ഇനി അപ്പോൾ ഞാൻ അവനെ പിക്ക് ചെയ്തു അല്ലെങ്കിൽ ഞാൻ അവളെ പിക്ക് ചെയ്തു എന്നതിനാണ് ഈ രൂപത്തിൽ പറയാ അഖദ്തുഹു അല്ലെങ്കിൽ ശിൽതുഹു, അഖദ്തുഹ അല്ലെങ്കിൽ ശിൽതുഹ എന്ന് പറയുന്നത്. ഇനി ഞാൻ അവനെ പിക്ക് ചെയ്യാം എന്ന് പറയും. ഞാൻ അവനെ പിക്ക് ചെയ്യാം, ഞാൻ അവനെ പിക്ക് ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ അവളെ പിക്ക് ചെയ്തോളാം എന്ന് പറയുമല്ലോ. ഇനി അതിനെങ്ങനെയാണ് പറയാന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഞാൻ അവനെ പിക്ക് ചെയ്യാം, ഞാൻ അവളെ പിക്ക് ചെയ്യാം, എങ്ങനെയാണ് ഇത് പറയാം? ഓക്കെ, അപ്പം ഞാൻ അവനെ പിക്ക് ചെയ്യാം. പിക്ക് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കി അഖദ അല്ലെങ്കിൽ ഷാൽ എന്നുള്ള വാക്കാണ്. അപ്പം ഞാൻ അവനെ പിക്ക് ചെയ്യാം എന്നുള്ളതാണ്. പിക്ക് ചെയ്യാം, അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ ഇനി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഒരു പ്രസന്റ് ടെൻസിലേക്ക് നമുക്കത് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ അവനെ പിക്ക് ചെയ്യാം എന്നുള്ള രൂപത്തിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഹുദ് എന്നാണ് പറയാം. ആഹുദ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കാം
അല്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന രൂപത്തിൽ എന്ന ഒരു അർത്ഥത്തിലേക്കാണ് അത് ഉപയോഗിക്കുക. അപ്പോൾ ആഹുദ്ഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എടുക്കാം, അതായത് ഞാൻ അവനെ പിക്ക് ചെയ്യാം എന്നൊരു അർത്ഥത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആഹുദ്ഹു. ആഹുദ്ഹു. ഓക്കെ, ആഹുദ്ഹു, ഞാൻ അവനെ പിക്ക് ചെയ്യാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാൽ എന്നുള്ളൊരു വാക്ക് വെച്ചാണ് നമുക്ക് അതും പറയാം. അഷിൽഹു എന്ന് പറയാം. അഷിൽഹു. ഓക്കെ, അഷിൽഹു. അഷിൽഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പിക്ക് ചെയ്യാം എന്നർത്ഥം. അഷിൽഹു. അഷിൽഹു അല്ലെങ്കിൽ അഷീൽഹു എന്ന് പറഞ്ഞാലും അത് ശരി തന്നെയാണ്. രണ്ട് രൂപത്തിലും അങ്ങനെ പറയാം. അഷീൽഹു, അഷിൽഹു അല്ലെങ്കിൽ അഷീൽഹു, രണ്ട് രൂപത്തിലും അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആഹുദുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അഷിൽഹു അല്ലെങ്കിൽ അഷീൽഹു എന്നും പറയാവുന്നതാണ്. ഞാൻ അവനെ പിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അവളെ പിക്ക് ചെയ്യാം എന്നുള്ളതിന് എന്താണ്, നമുക്ക് ഈ ഹു എന്നുള്ള ഭാഗത്ത് എന്ത് ചേർത്താൽ മതി? ഹാ എന്നുള്ള സൗണ്ട് ചേർത്താൽ മതി. ഹാ എന്നുള്ളത് ചേർത്താൽ എന്തായി? ഞാൻ അവളെ പിക്ക് ചെയ്യാം. അത് നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, വലിയ വ്യത്യാസമില്ല. ആഹുദ് എന്നതിന് ശേഷം ഹ എന്നുള്ള ആ ഒരു പ്രോനൗൺ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അവളെ ഞാൻ പിക്ക് ചെയ്യാം എന്നായി. ഓക്കെ, അപ്പോൾ ആഹുദ് അഷിൽ, അതിൻ്റെ കൂടെ ഹു ചേർത്താൽ അവനെ ഞാൻ പിക്ക് ചെയ്യാമെന്നായി. ഹ ചേർത്ത് കൊടുത്താൽ അവളെ ഞാൻ പിക്ക് ചെയ്യാം എന്നായി. അപ്പോൾ ഇതാണ് ഞാൻ അവനെ പിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അവളെ പിക്ക് ചെയ്യാം എന്ന് അറബിയിൽ, അതായത് സംസാര ഭാഷയിൽ പറയുന്ന രീതി. അപ്പോൾ ഇനി ഞാൻ നിന്നെ പിക്ക് ചെയ്തു എന്നെങ്ങനെ പറയാന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കുക. അപ്പോൾ ഞാൻ നിന്നെ എന്ന് പറയുമ്പോൾ നീ എന്നുള്ളത് ആണും പെണ്ണും ഉണ്ട്. അപ്പോൾ ഞാൻ നിന്നെ എന്ന് പറയുമ്പോൾ അത് ആണാണോ പെണ്ണാണോ, രണ്ട് വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ പറയാം. വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പിക്ക് ചെയ്തു എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കി എന്ത്? അഖദ്തു എന്ന് ഉപയോഗിക്കാം. അഖദ്തു അല്ലെങ്കിൽ ഷിൽതു, രണ്ട് വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. അഖദ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ക് ചെയ്തു, ഷിൽതു എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ക് ചെയ്തു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? നിന്നെ എന്നുള്ളതിന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിന്നെ എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കുക? ക എന്നുള്ള വാക്കാണ് നിന്നെ എന്ന് പറയാൻ. പെണ്ണാണെന്നുണ്ടെങ്കിൽ കി എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ക, കി. ക എന്ന് പറഞ്ഞാൽ ആണിനോട് പറയാണ് നിന്നെ. കി എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് പറയാണ് നിന്നെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആണാണ് എന്നുണ്ടെങ്കിൽ, ഒരു ആണിനെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അഖദ്തു ഖ എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ നിന്നെ പിക്ക് ചെയ്തു, ഒരു ആണിനോട് പറയുന്നതായി. ഓക്കെ, ഇനി അതുപോലെ ഷിൽതു ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഷിൽതുക്, ഷിൽതുക് എന്ന് പറയാം. ഷിൽതുക് അല്ലെങ്കിൽ ഷിൽതുക്ക എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ ഷിൽതുക്, അഖദ്തുക് എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ പിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഷിൽതുക് എന്ന് പറയാം. ഷിൽതുക്. ഓക്കെ, ഷിൽതുക്. ശരിക്കും കായാണ്. ഇനി അത് പെണ്ണിനോടാണ് പറയുന്നത് എങ്കിൽ അത് കുറച്ച് സ്പെസിഫൈ ചെയ്ത് പറയാം. അഖദ്തുകി, അഖദ്തുകി. അപ്പൊ ഇവിടെ എന്താവും? ക എന്നുള്ളത് ഹി ആവും. അഖദ്തുകി. ഓക്കെ, ഇവിടെ ഷിൽതുക് എന്നുള്ളത് ഷിൽതുകി. അപ്പൊ ഒരു പെണ്ണിനോടാണ് പറയുക ഷിൽതുകി, ഞാൻ നിന്നെ പിക്ക് ചെയ്തല്ലോ, അല്ലെ അഖദ്തുകി, ഞാൻ നിന്നെ പിക്ക് ചെയ്തില്ലേ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിക്ക് ചെയ്തല്ലോ എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സെന്റൻസിലെ വാക്കാണ് അഖദ്തുകി അല്ലെങ്കിൽ അഖദ്തുക അല്ലെങ്കിൽ ഷിൽതുക അല്ലെങ്കിൽ ഷിൽതുകി എന്നുള്ളത്. ഓക്കെ, അപ്പൊ സെന്റൻസിലേക്ക് അത് പ്രയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ നിന്നെ പിക്ക് ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? അഖദ്തുക് എന്ന് പറയും. അഖദ്തുക് എന്ന് പറഞ്ഞാൽ ഒരു ആണിനോട് പറയുന്നതാണ്. അഖദ്തുകി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനോട്. അതുപോലെ ഷിൽതുക് എന്ന് പറഞ്ഞാൽ ആണിനോട് പറയുന്നു, ഞാൻ നിന്നെ പിക്ക് ചെയ്തു. ഓക്കെ, ഷിൽതുകി എന്ന് പറഞ്ഞാൽ പെണ്ണിനോടാണ് പറയുന്നത്, ഞാൻ നിന്നെ പിക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ നിന്നെ പിക്ക് ചെയ്യാം എന്ന് എങ്ങനെ പറയാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നിന്നെ പിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നിന്നെ എന്നുള്ളത് ആണും പെണ്ണും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിന്നെ പിക്ക് ചെയ്യാം എന്ന് എങ്ങനെ ഒക്കെ പറയാം? ആണിനോടായാലും പെണ്ണിനോടായാലും ഏത് രൂപത്തിലേക്ക് പറയാം എന്നുള്ളതിനാണ്. അപ്പോൾ പിക്ക് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ നേരത്തെ പഠിച്ച വാക്ക് എന്താണ്? രണ്ട് വാക്കുകൾ ഏത് രൂപത്തിലുള്ള? ആഹുദ് എന്ന് പറഞ്ഞു. ആഹുദ് അല്ലെങ്കിൽ അഷിൽ
അല്ലെങ്കിൽ അശീൽ എന്ന് പറയാം എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ആഹുദ്. ഓക്കെ, ആഹുദ്, ആഹുദ്, അശിൽ അല്ലെങ്കിൽ അശീൽ എന്ന് പറയാം. ഓക്കെ, അശീൽ. ഓക്കെ, അപ്പോൾ ആഹുദ് എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ക് ചെയ്യാം, അശീൽ അല്ലെങ്കിൽ അശീൽ എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ക് ചെയ്യാം എന്ന് തന്നെയാണ് അതിൻ്റെയും അർത്ഥം. അപ്പൊ നിന്നെ, ഇനി നിന്നെ എന്ന് പറയാൻ എന്താണ്? നേരത്തെ പഠിച്ച വാക്ക് എന്താണ്? ക അല്ലെങ്കിൽ ഹി. ക എന്നുള്ളത് ആണിനാണ്, ഹി എന്നുള്ളത് പെണ്ണിനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞു നോക്കാം നിങ്ങൾ. ആഹുദ്, ഞാൻ നിന്നെ ഒരാണിനെ കുറിച്ച് ആണിനോടാണ് പറയുന്നത്. എന്ത്? ആഹുദുക, ആഹുദുക്. ആഹുദുക എന്നുള്ളത് ആഹുദുക് എന്നാവും സംസാരത്തിലേക്ക് വരുമ്പോൾ. ആഹുദുക്, നിന്നെ ഞാൻ പിക്ക് ചെയ്യാം. ഇനി ഒരു പെണ്ണിനോടാണ് പറയുന്നുണ്ടെങ്കിൽ ആഹുദുക്കി, ഞാൻ നിന്നെ പിക്ക് ചെയ്യാം, അല്ലെ, പെണ്ണിനോട് പറയാം. ഇനി അതേപോലെ അശിൽ ഉപയോഗിച്ച് പറഞ്ഞു നോക്ക്. അശിൽഖി എന്ന് പറഞ്ഞാൽ നീ, അതായത് ഒരു പെണ്ണിന് ഞാൻ പിക്ക് ചെയ്യാം എന്നായി. ഓക്കെ, അപ്പോൾ അശിൽഖ എന്ന് പറഞ്ഞാൽ എന്തായി? അതായത് അശിൽഖ് എന്ന് പറഞ്ഞാൽ ആണിനെ പിക്ക് ചെയ്യാം എന്നായി. അശിൽഖ്. ഓക്കെ, അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആഹുദുക്, ആഹുദുക്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആഹുദുക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അശിൽഖ് എന്ന് പറഞ്ഞാൽ ആണിനോട് പറയാണ് നിന്നെ ഞാൻ പിക്ക് ചെയ്യാം. ആഹുദുക്കി അല്ലെങ്കിൽ അശിൽഖി അല്ലെങ്കിൽ അശീൽഖി എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് പറയാണ് നിന്നെ ഞാൻ പിക്ക് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ നിന്നെ പിക്ക് ചെയ്യാം എന്നുള്ളതിന് ഇങ്ങനെയാണ് സംസാര ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കുക. അപ്പം ഇനി അടുത്തത് നമുക്ക് എന്നെ പിക്ക് ചെയ്യുമോ എന്നെങ്ങനെ അറബിയിൽ ചോദിക്കാന്നുള്ളത്. എന്നെ പിക്ക് ചെയ്യുമോ, അതായത് ഇന്ന സ്ഥലത്തുനിന്ന് എന്നെ എടുക്കുമോ എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അപ്പൊ പിക്ക് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ പഠിച്ച രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? അഹദ എന്നുള്ളത് പഠിച്ചു, ഷാൽ എന്ന് പഠിച്ചു, അല്ലെ? അഹദ, ഷാൽ. ഓക്കെ, അപ്പൊ എന്നെ പിക്ക് ചെയ്യും. അപ്പൊ നീ എന്നെ പിക്ക് ചെയ്യുമോ എന്ന് ആണ് നമുക്കിനി ചോദിക്കേണ്ടത്. അപ്പൊ എന്നെ പിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, നമുക്ക് വാഹനങ്ങളൊന്നും കിട്ടിയില്ല, വണ്ടി കിട്ടിയില്ല, നമ്മൾ ലേറ്റ് ആവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സുഹൃത്തുക്കളോടോ ഫാമിലിനോടോ ആരെങ്കിലും പറയുന്നു എന്നെ ഇന്ന സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യണം, ഞാൻ അവിടെ റെഡിയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അതാണ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ അതിലെങ്ങനെയാണ് എന്നെ പിക്ക് ചെയ്യുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അറബിയിൽ ഒരു കാര്യം ഇന്നത് എനിക്ക് ചെയ്തു തരുമോ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറബികൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ബില്ലാഹി എന്നുള്ളത്. ബില്ലാഹി, ബില്ലാഹി അതൊരു പൊളൈറ്റ്നെസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബില്ലാഹി എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്തു തരുമോ, എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരുമോ. അപ്പോൾ ഒരു മര്യാദ കൂടുതൽ കൊടുത്തിട്ട് ഒരു മാന്യമായ രീതിയിൽ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബില്ലാഹി. ചിലപ്പോൾ നിങ്ങൾ അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇപ്പോൾ നമ്മുടെ അടുത്തുനിന്ന് എന്തെങ്കിലും അവർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ അവർ എന്ത് പറയും? ബില്ലാഹി ജിബ്, അല്ലെങ്കിൽ ബില്ലാഹി ജിബൽ ഗലം, എനിക്ക് ആ പേന ഒന്ന് തരുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അവർ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ബില്ലാഹി ആദ്യമായിട്ട് നമുക്ക് ചേർക്കാം. ഇനി പിക്ക് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ പിക്ക് ചെയ്യാന്ന് പറയുന്ന ഇന്ന സ്ഥലത്തുനിന്ന് എന്നെ എടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ അഹദ എന്നുള്ളത് ആദ്യം പറഞ്ഞ് എടുത്തു എന്നുള്ളൊരു അർത്ഥമാണ് അഹദക്കുള്ളത്, അല്ലെങ്കിൽ ഷാൽ എന്നുള്ളതിനുള്ളത്. അപ്പോൾ ബില്ലാഹി എന്ത് പറയാം? ഹുദ് എന്ന് പറയാം. ഹുദ്, ഹുദ് എന്ന് പറഞ്ഞാൽ എടുക്ക് എന്നാണ്. എടുക്ക് അല്ലെങ്കിൽ പിക്ക് ചെയ്യ് എന്നുള്ളതാണ്. ഓക്കെ, എന്നെ എന്ന് പറയാം, നീ എന്നാണ് പറയാം. ഹുദ് നീ എന്ന് പറഞ്ഞാൽ നീ അല്ല, നീ, നീ നായാണ്. ഓക്കെ, ഹുദ് നീ എന്ന് പറഞ്ഞാൽ എന്നെ പിക്ക് ചെയ്യൂ എന്നുള്ളതാണ്. ഹുദ് നീ, എന്നെ പിക്ക് ചെയ്യൂ. അപ്പൊ ബില്ലാഹി ഹുദ് നീ. ഇനി എവിടെ നിന്നാണ് പിക്ക് ചെയ്യേണ്ടത്? ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനൽ മക്തബ്. ഓക്കെ, മിനൽ മക്തബ്. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം. മിൻ അൽ മക്തബ്, മിൻ അൽ മക്തബ്. അതൊരുമിച്ച് പറയുമ്പോൾ മിനൽ മക്തബ് എന്ന് പറയാം. അപ്പോൾ ബില്ലാഹി ഖുദ്നി മിനൽ മക്തബ്, എൻ്റെ ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യണം. ഓക്കെ, ഓഫീസിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? ഇനി ഓഫീസിൻ്റെ പുറത്ത് നിന്ന് എന്നെ പിക്ക് ചെയ്യണം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം?
കാരണം ഞാൻ ഓഫീസിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ പുറത്ത് നിന്ന്, അപ്പോൾ പുറത്ത് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് ബറ എന്നാണ്. ഓക്കെ, ബറ. ഓക്കെ, അപ്പോൾ മിൻ ബറ അൽ മക്തബ് എന്ന് പറയാം. മിൻ ബറ അൽ മക്തബ്. ഓക്കെ, അപ്പോൾ ബില്ലാഹി ഖുദ്നി മിൻ ബറ അൽ മക്തബ്, എന്നെ ഓഫീസിൻ്റെ പുറത്ത് നിന്ന് എന്ത് ചെയ്യണം? പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ പിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യുക എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് അഖദ മിൻ എന്നുള്ളതാണ്. അതാണ് ഖുദ്നി മിൻ എന്ന് ഉപയോഗിക്കുക. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നർത്ഥം. ഇന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുക? എന്നെ പിക്ക് ചെയ്യുക എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ മിൻ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അടുത്ത ഡ്രോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ബില്ലാഹി ഖുദ്നി മിൻ ബറൽ മക്തബ്, എന്നെ എന്ത് ചെയ്യുക? ഓഫീസിൻ്റെ പുറത്ത് നിന്ന് എന്നെ പിക്ക് ചെയ്യുക. ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇനി എന്നെ ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ദമാം അല്ലെങ്കിൽ റിയാദ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്യുക എന്ന് പറയാൻ എന്താണ്? ബില്ലാഹി ഖുദ്നി മിന ദമാം, ബില്ലാഹി ഖുദ്നി മിന റിയാദ് എന്ന് പറയാം. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും എക്സാക്ട് ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? കറക്റ്റ് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്ട് ഏതാണ്? ബില്ലാഹി ഖുദ്നി മിൻ എന്നുള്ളതാണ്. ബില്ലാഹി ഖുദ്നി മിൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശരിക്ക് അത് മനസ്സിലാക്കുക. ഓരോ വാക്ക് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇനി ഒരു അറബിയെ കാണുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അറബിയോട് നമുക്ക് ആവശ്യപ്പെടണം, ഇന്ന സ്ഥലത്ത് നിന്ന് എന്നെ ഒന്ന് പിക്ക് ചെയ്യണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് പറയാവുന്ന. അത് ചിലപ്പോൾ നമ്മുടെ മുദീറാകാം, ചിലപ്പോൾ നമ്മുടെ കഫീൽ ചിലപ്പോൾ അത്യാവശ്യം നല്ല ബന്ധമുള്ള കഫീലാണെന്നുണ്ടെങ്കിൽ കഫീലിനോട് നമുക്ക് പറയുന്നത് ഒരു സ്ഥലത്ത് നമ്മളുണ്ടെങ്കിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഫീലിനോട് ഈ രൂപത്തിൽ പറയാവുന്നതാണ്. ഓക്കെ, ബില്ലാഹി ഖുദ്നി മിൻ, ആ സ്ഥലത്തിൻ്റെ പേര് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡ്രോപ്പാണ് അറിയേണ്ടത്. ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ പിക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏകദേശം രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യാൻ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി എന്നെ ഡ്രോപ്പ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ പിക്ക് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ പഠിച്ച വാക്ക് എന്തായിരുന്നു? അഖദ എന്നുള്ള വാക്ക് പഠിച്ചു. പിന്നെ ഷാൽ എന്നുള്ളൊരു വാക്കും പഠിച്ചു. അഖദ, ഷാൽ, ഈ വാക്കുകൾ തന്നെയാണ് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതിന് നമുക്ക് ഉപയോഗിക്കാനുള്ള വാക്ക്. കാരണം വെച്ചാൽ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം എന്താണ്? എന്നെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി ആക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഒരാളോട്, അതായത് ഒരാളോട് നമ്മൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അറബിയെ നമ്മൾ കണ്ടുമുട്ടുന്നു. അപ്പോൾ ആ അറബിയോട് നമുക്ക് പറയണം, എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടൊന്ന് ആക്കണം, ഞാൻ താങ്കളുടെ കൂടെ എന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇന്ന സ്ഥലത്ത് ആക്കണം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് എന്താണ്? ഡ്രോപ്പ് ചെയ്യാന്ന് ഉദ്ദേശിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എവിടെയാണ് എത്തേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷനിൽ നമ്മളെ കൊണ്ടുപോയി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുക, അതാണ് പറയേണ്ടത്. അപ്പോൾ അറബിയിൽ വരുമ്പോൾ അത് ഏത് രൂപത്തിലാവും എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് താങ്കളുടെ കൂടെ എന്നെ ഒന്ന് കൊണ്ടുപോകണം, ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന രൂപത്തിലാണ് നമ്മൾ പറയാം. ഓക്കെ, അതുകൊണ്ടാണ് അഖദ അലി ഷാൽ എന്നുള്ളത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ബില്ലാഹി എന്നുള്ളൊരു വാക്കിനെ പറ്റിയിട്ട്. ഓക്കെ, ബില്ലാഹി, ബില്ലാഹി. അപ്പോൾ എന്നെ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ചെയ്യണം എന്ന് പറയുന്നത് എന്നെ എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് എന്നെ എടുക്കണം. അപ്പോൾ എന്ത് പറയാം? ബില്ലാഹി ഖുദ്നി എന്ന് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കാം. അപ്പോൾ പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ ഖുദ്നി എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷെ അവിടെ നമ്മൾ ഖുദ്നിക്ക് ശേഷം ഉപയോഗിച്ചത് മിൻ എന്നുള്ളൊരു വാക്കാണ്. ഇവിടെ നമ്മൾ അതിനെ മഅക് എന്നാണ് ഉപയോഗിക്കുക. മഅക്, മഅക്, മഅ എന്ന് പറഞ്ഞാൽ കൂടെ എന്നർത്ഥം. മഅ. ഓക്കെ, അപ്പോൾ താങ്കളുടെ കൂടെ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. എന്നെ സ്ഥലത്ത് നിന്ന് എന്നെ അയാൾ ആരാണോ വണ്ടി ഉള്ളത് ആ വണ്ടിക്കാരൻ എന്ത് ചെയ്യുക? വണ്ടിക്കാരൻ്റെ കൂടെ എന്നെയും കൊണ്ടുപോകും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ബില്ലാഹി ഖുദ്നി മഅക് എന്നാണ്. ഇനി എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഡെസ്റ്റിനേഷൻ ഇവിടെ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബില്ലാഹി ഖുദ്നി മഅക്, ഖുദ്നി മഅക്. ഓക്കെ, ഇനി അതൊരു ഒരു അറബി ലേഡിയോടാണ് പറയുന്നതെങ്കിൽ ഖുദ്നി എന്നുള്ളത് എന്താവും? നേരത്തെ പറഞ്ഞ പോലെ ഖുദീനി എന്നാവും. ഓക്കെ, മഅക് എന്നുള്ളത് മഅക്കി എന്ന് പറയാം. ഓക്കെ, ഖുദീനി മഅക്കി. ഓക്കെ, ബാക്കി ഇവിടെ ഡെസ്റ്റിനേഷൻ
നമുക്കിവിടെ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അഖദ എന്നുള്ള വാക്ക് വെച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞത്. ഓക്കെ, ഇനി ഷാൽ എന്നുള്ളൊരു വാക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഹുദിനി എന്നുള്ളതിൻ്റെ അത് മാറ്റിയിട്ട് എന്ത് പറയാം? ഷിൽനി എന്ന് പറയും. ഷിൽനി. ഷിൽനി അല്ലെങ്കിൽ ഷീൽനി എന്ന് പറഞ്ഞാലും അത് ശരിയാണ്. ഷിൽനി അല്ലെങ്കിൽ ഷീൽനി. ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഷീൽ ഫാത്തൂർ. ഷീൽ അൽബിദ, സാധനങ്ങൾ എടുക്ക് എന്നൊക്കെ പറയും. എടുക്ക്, എടുത്തുകൊണ്ട് പോയിക്കോ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നതാണ്. ഷീൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ? അത് തന്നെയാണ് ആ വാക്കിനാണ് ഇവിടെ. അപ്പോൾ ഷിൽ എന്ന് ഉപയോഗിക്കാം, ഷീൽ എന്ന് ഉപയോഗിക്കും, രണ്ടും ശരിയാണ്. അപ്പോൾ ഷിൽനി അല്ലെങ്കിൽ ഷീൽനി. അപ്പോൾ ഒരു ലേഡിയോടാണ് എന്നുണ്ടെങ്കിൽ ഷീലീനി എന്ന് പറയാം. ഷീലീനി അല്ലെങ്കിൽ ഷിലീനി, രണ്ട് രൂപത്തിലും എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. അപ്പോൾ ഷീൽനി അല്ലെങ്കിൽ ഷീൽനി അല്ല, ഷീലീനി അല്ലെങ്കിൽ ഷീലിനി. ഓക്കെ, ഷീലീനി എന്ന് തന്നെയാണ് പറയാം. ഷീലീനി അല്ലെങ്കിൽ ഷിലീനി എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഷിലീനി അല്ലെങ്കിൽ ഷീലീനി എന്ന് പറയാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് നമുക്ക് അറബിയിൽ ചോദിക്കാൻ പറ്റുക. ബില്ലാഹി ഹുദിനി അല്ലെങ്കിൽ ഹുദീനി. ഹുദിനി എന്ന് ചോദിക്കുന്നത് ഒരു ആണിനോടാണ്. ഹുദീനി എന്ന് പറയുമ്പോൾ അത് പെണ്ണിനോട് ചോദിക്കുന്നു. അപ്പോൾ ഹുദിനി മഅക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ കൂടെ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്യോ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഹുദീനി എന്ന് പറയുമ്പോൾ മഅക്കി എന്നാകും, അല്ലെങ്കിൽ ഷീൽനി അല്ലെങ്കിൽ ഷിൽനി എന്ന് പറയാം, അല്ലെങ്കിൽ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഷീലീനി എന്നാണ് അവിടെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് രണ്ട് ആവർത്തി നിങ്ങളത് കണ്ട് അതെന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങളുടെ സംസാരത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട എങ്ങനെ അറബി സംസാര ഭാഷയിലുള്ള പ്രയോഗങ്ങളും അത് ചോദിക്കുന്ന രീതികളും. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയങ്ങളും കമൻറ്റുകളും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അത് പിന്നെ എല്ലാ ഭാഗങ്ങളും ഞാനിവിടെ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയും പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്ന മുറയ്ക്ക് ഞാനതിന് റിപ്ലൈ തരുന്നതാണ്.